18th ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ സ്മോൾ അൺചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയർ is placed in contact with an identical sphere but having 4 into 10 raised minus 8 coulomb charge and then removed to a distance such that the force of repulsion between them is 9 into 10 raised minus 3. The distance between them is ഒന്നുമില്ലടാ മക്കളെ, ഒരു അൺചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയർ അല്ലെ, ചാർജ് ഒന്നുമില്ലാത്തൊരു കണ്ടക്ടിങ് സ്ഫിയർ, ഇറ്റ് ഈസ് ബ്രോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് എ സ്ഫിയർ ഹാവിങ് ചാർജ് 4 into 10 raised minus 8. ഇതാ ഒരു സ്ഫിയർ ഉണ്ട്, ഇതിന് ചാർജ് 4 into 10 raised minus 8 ആണ്. ആക്ച്വലി ഒരു അൺചാർജ്ഡ് സ്ഫിയർ എടുത്തിട്ട് അല്ലേ, ഈ ഒരു ഐഡന്റിക്കൽ സ്ഫിയർ ആണ് അല്ലേ, ഇതായിട്ട് കോണ്ടാക്റ്റിൽ ഇങ്ങനെ വെച്ചു. ശരിയല്ല, ഐഡന്റിക്കൽ സ്ഫിയർ ആണ്. സി ദാറ്റ് സ്ഫിയർ ഈസ് ഐഡന്റിക്കൽ, സെയിം സൈസ് ഉള്ള സ്ഫിയർ, സെയിം റേഡിയസ് ഉള്ള സ്ഫിയർ അല്ലേ. അപ്പോൾ സെയിം റേഡിയസ് ഉള്ള സ്ഫിയർ ആയിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റിൽ വെച്ചു അല്ലെ. അങ്ങനെ കോണ്ടാക്റ്റിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എനിക്കറിയാം അല്ലെ. ഇവിടുന്ന് ഇവിടേക്ക് ചാർജ് ഫ്ലോ ചെയ്യും ടിൽ ദേ ഹാവ് സെയിം പൊട്ടൻഷ്യൽ അല്ലെ. രണ്ടിന്റെ സൈസ് സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ സെയിം ആണ്, ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ചാർജ് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ആ രണ്ട് ചാർജും ഈക്വൽ ആവുന്നവരെയാണ് ഈ പ്രോസസ്സ് നടക്കുക അല്ലെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ രണ്ട് ആളുടെയും ചാർജ് സെയിം ആയിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യലേ ചെയ്യാം അല്ലെ. ആവറേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, ഇവന്റെ ചാർജ് 0 ആണല്ലോ അല്ലെ. അപ്പൊ 4 into 10 raised minus 8 plus 0/2 അല്ലെ. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ചാർജ് എത്രയാണ്, 2 into 10 raised minus 8 ആണ് അല്ലെ. അപ്പൊ ഇവന്റെ ചാർജ് 2 into 10 raised minus 8 ആണ്, അടുത്ത ആളെ ചാർജും 2 into 10 raised minus 8 ആണ്. എന്നിട്ട് പറയാണ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r അല്ലെ. അപ്പോൾ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓർ റിപ്പൽഷൻ ഉണ്ടാവും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 9 into 10 raised minus 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ. അതിന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F equal to 1/4πε0 Q1 Q2 divided by R square അല്ലേടാ മക്കളെ അല്ലെ. ഇവിടുന്ന് നമുക്ക് R square ഈക്വൽ എന്ത് കിട്ടി, 1/4πε0 ഇൻറ്റു ഈ രണ്ട് ചാർജസിന്റെ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ F എന്ന് കിട്ടിയില്ലേ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ 1/4πε0 നിങ്ങൾക്കറിയാം 9 into 10 raised to 9 ആണ്, ശരിയല്ലേ. ഇൻറ്റു ആ Q1 2 into 10 raised to minus 8 ആണ്, Q2 2 into 10 raised to minus 8 ആണ്, ഡിവൈഡ് ബൈ ആ ഫോഴ്സ് എത്രയാണ്, 9 into 10 raised to minus 3 ആണ് അല്ലെ. ഇവിടെ ഈ 9 കട്ട് ചെയ്ത് പോയില്ലേ. അപ്പൊ R square ഈക്വൽ ടു 2 into 2 4 വരും അല്ലെ, ഇൻറ്റു 10 raised to 9 ഇൻറ്റു 10 raised to minus 16, താഴേന്ന് ആ 10 raised to minus 3 + 3 എന്നാവും അല്ലെ. അപ്പൊ നമുക്ക് R square ഈക്വൽ ടു 4 into 10 raised to 3 10 raised to 9 10 raised to 12 into 10 raised to minus 16 അല്ലെ. അപ്പൊ R square എന്ന് പറയുന്നത് 4 into 10 raised to minus 4 എന്നല്ലേ വരിക. അപ്പൊ R വരുന്നത് 2 into 10 raised to minus 2 മീറ്റർ എന്നല്ലേ വരിക അല്ലെ. അപ്പൊ 10 raised to minus 2 മീറ്റർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ആൻസർ എത്ര വരുന്നത്, 2 സെന്റിമീറ്റർ എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ?